കേട്ടോ രാവിലെ വന്നിട്ട്. യെസ് യെസ് യെസ്. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം കണ്ടല്ലോ, നമ്മളിന്ന് വരുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ നമ്മൾ പൊതുവേ പിന്നെ ചൂണ്ടയിടാറുള്ളത് ആ ഒരു ഭാഗത്താണ്. പക്ഷേ നമ്മൾ ഇന്ന് ഏതായാലും ആ ഒരു ഏരിയയിലേക്ക് പോകാമെന്ന് ചോദിച്ചു. കാരണം നമ്മൾ ആ ഒരു ഏരിയ അങ്ങനെ പോകാറില്ല പൊതുവെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് മീനടിച്ച ആ ഒരു ഏരിയ എന്നാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നോക്കി ഏതായാലും ആ ഒരു ഏരിയ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിനടക്കെല്ലാം മീൻ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇതിലേക്ക് കൂടി ഒരു കരിന്ന് അതിൻ്റെ അപ്പുറത്ത് ചെറിയ തോടൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും കുറച്ച് ആ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി പിന്നെ പതിയെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഓക്കെ, അവിടെ 2 മൈനയുണ്ട് കേട്ടോ. സോ നമ്മൾ പൊതുവെ പറയാറുണ്ട് 2 മൈനെ കണ്ടാൽ ഭാഗ്യമുണ്ട് എന്ന്. അറിയില്ല, നമുക്ക് എറിഞ്ഞു നോക്കാം ഭാഗ്യമുണ്ടോ ഇല്ലയെന്നറിയാം. മൈന അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ മീനടിച്ച ആ ഒരു ഏരിയ ആണ്. സോ നമുക്കൊരു ആ ഏരിയ തുടങ്ങി നോക്കാം. ഇവിടെ നിന്ന് അനങ്ങിട്ടാ. അവിടെ നിന്ന് ചെറിയൊരു അടി നമുക്ക് കിട്ടിയിട്ടോ. നമുക്ക് അവിടെ ഒരു പുള്ളി കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ വന്നിട്ട്. അയ്യോ, അവിടെ നിന്നൊരു അടി മിസ്സായി. തൊട്ട് കുറച്ചപ്പുറന്ന് മാത്രമേ നമുക്ക് മിസ്സായി. സോ അയ്യോ, അതൊരു പായലുണ്ടായിരുന്നു കേട്ടോ. കിടന്ന് മറിയുന്നുണ്ട്. Yes. 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 അടാ, അടിച്ചില്ലേ? ഇത്രേ ഉള്ളൂ. മുതലേ നമ്മൾ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ മുതലേ നമ്മൾ പൊക്കി എടുത്തിട്ടുണ്ട്. കണ്ട ഏകദേശം 1 കിലോനടുത്ത്, 1 കിലോ എന്ന് പറയാൻ പറ്റില്ല, 1 കിലോനടുത്ത് ഒരു 700 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരുത്തന്നെ നമ്മൾ പൊക്കിയിട്ടുണ്ട്.
അയ്യോ, ആദ്യത്തെ അത്യാവശ്യം കുറച്ച് രക്തരൂക്ഷിതായിട്ടുണ്ട്. ഇതെന്താ നാക്കേറി ചുറ്റാണ് നല്ല രീതിയിൽ ചോരയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ കഴുകിയതിന് ശേഷം ഫ്രോഗ് സെറ്റ് ചെയ്യടാ. നമ്മുടെ റെഡ് ഹെഡ് ഫ്രോഗ് ഇപ്പോൾ അതിൻ്റെ ചുവപ്പ് മാറിയിട്ടിപ്പോൾ മീനിൻ്റെ ചോരയുടെ ചുവപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഫ്രോഗിന്. സോ ചെറിയൊരു ആക്ടിവിറ്റി കാണുന്നുണ്ട്, നോക്കാം. അടിക്കാൻ അറിയില്ല. ഓക്കെ, അതാണ് നമ്മൾ പഴയ ഏരിയയിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഉണ്ടല്ലോ, നമ്മുടെ സിവലും എന്താ പറയുക ലീഡർ ലൈനും ഫ്രോഗും എല്ലാം അവിടെ ഉറക്കിയിട്ടുണ്ട്. എനിക്കിവിടെ പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രോഗ് എറിഞ്ഞപ്പോൾ ഒരു ചില്ലയുടെ മുകളിൽ കൂടിയാണ് പോയത്. ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ ബെയിൽ ക്ലോസ് ചെയ്ത് റിട്രൈവ് ചെയ്തു. റിട്രൈവ് ചെയ്യുമ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മുടെ ലൈൻ ഒരു ചില്ലയുടെ മുകളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ ലൈൻ വീണ് ഫ്രോഗ് അതേപോലെ തന്നെ തിരിച്ചു വന്ന് അവിടെ മൊത്തത്തിൽ ചുറ്റിപ്പണിയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്കുള്ളൊരു സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് പോയിട്ട് ആ ഫ്രോഗ് എടുക്കുക എന്ന് മാത്രമാണ്. പക്ഷേ അവിടത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വലിച്ച് കുറച്ചെടുത്തത്. പക്ഷേ നമ്മളിത് വലിയൊരു സംഭവമായിട്ടൊന്നും എടുക്കുന്നില്ല, കാരണം ഇതൊക്കെ ഫിഷിങ്ങിൽ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. മുമ്പും എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഫ്രോഗും ലൈനൊക്കെ മിസ്സായിട്ടുണ്ട്.
ആ ഒരു സ്പിരിറ്റിൽ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.